പ്രധാനമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നാണ് ഒരു വലിയ വിഭാഗം ചോദിക്കുന്നത്. ഇക്കാലം അത്രയും ന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ ആ ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തതും മൻമോഹൻ സിംഗ് പറഞ്ഞത് ആ ന്യൂനപക്ഷങ്ങളെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതും അവർക്കാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടതെന്ന് പറയുമ്പോൾ കേരളത്തിലടക്കം ക്രിസ്ത്യൻ വിഭാഗത്തിന് രണ്ട് തരം നീതി നടപ്പാക്കുന്ന ഈ സർക്കാരും ഈ സർക്കാരിനെ ആനുകൂലിക്കുന്ന സംഘടനകൾ ഇപ്പോൾ കുരച്ചു ചാടുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. നമ്മളുടെ മലയാള മാധ്യമങ്ങളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ പ്രസംഗം നടത്തി എന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസ് ജയിച്ചാൽ ഈ സ്വത്തെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത് എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സർക്കാർ എല്ലാവർക്കും വികസനം എത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ആനുകൂല്യം പറ്റിയത് മുസ്ലിം സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കർണാടകത്തിലടക്കം നമുക്കറിയാം ഈ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളെപ്പോലും കയറൂരി വിട്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ തന്നെ നേതാവിൻ്റെ മകളെ ലവ് ജിഹാദിനെ കൊലപ്പെടുത്തിയ ആ പ്രതിക്ക് വേണ്ടി സപ്പോർട്ടുമായി രംഗത്തെത്തുന്നു. ഇവിടെയാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ജയിച്ചാൽ ഈ സ്വത്തെല്ലാം മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുക്കുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെന്ന്. ഇവിടെ അത് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ അവകാശങ്ങൾ നേടിയെടുക്കുകയും ആ അവകാശങ്ങളുടെ പേരിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം തഴയപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ന്യൂനപക്ഷങ്ങളെപ്പോലെ ഭൂരിപക്ഷത്തിനുമില്ലേ? ഈ ചോദ്യം തന്നെയാണ് മോദി ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.